ഓം ഗുരുഭ്യോ നമഃ. ജ്യോതിഷാലുള്ള നക്ഷത്ര വൃക്ഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ദൈവീകത ഉള്ളതുമായ നാഗവൃക്ഷത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ വിവരിക്കുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ഒന്നിലാണല്ലോ നമ്മൾ എല്ലാവരും ജനിക്കുന്നത്. ജ്യോതിശാസ്ത്ര പ്രകാരം ഓരോ നക്ഷത്രവും ദേവത, ഗണം, യോനി, മൃഗം, ഭൂതം, പക്ഷി, വൃക്ഷം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ മൃഗ, പക്ഷി, വൃക്ഷാദികളെ ഉപദ്രവിക്കാതെയും നശിപ്പിക്കാതെയും പരിപാലിച്ചും വളർത്തിയും വണങ്ങിയും കൊണ്ടാൽ ജ്യോതിഷപ്രകാരം അവർക്ക് മനഃശാന്തിയും ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകുന്നതായി പറയും. ആയില്യം നക്ഷത്രത്തിന് ദേവത സർപ്പങ്ങളും വൃക്ഷം നാഗമരവുമാണ്. ഇതേക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. ജ്യോതിഷത്തിൽ വൃക്ഷശാസ്ത്രത്തിൻ്റെ പ്രാചീനതയും വിശ്വാസ്യതയും അടിസ്ഥാനവും എന്താണെന്ന് പരിശോധിക്കാം. എന്തിന് വൃക്ഷത്തെ ആരാധിക്കണം, പരിപാലിക്കണം? വൃക്ഷങ്ങളുടെ ശക്തി എന്താണ്? നമ്മുടെ ആചാര്യന്മാർ ഇതേക്കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്? അത് നമുക്ക് പരിശോധിക്കാം. ബൃഹദാരണ്യ ഉപനിഷത്തിലാണ് മനുഷ്യന്റെയും മരത്തിൻ്റെയും താരതമ്യപ്പെടുത്തി വിവരിച്ചിട്ടുള്ളത്. മഹാവൃക്ഷം പോലെയാണ് മനുഷ്യ ശരീരം. രോമങ്ങൾ മരത്തിന്റെ ഇലകളും, തൊലി പുറന്തോടും. തൊലി മുറിഞ്ഞ് രക്തം ഒഴുകുന്ന പോലെ മരത്തിന്റെ തൊലി മുറിഞ്ഞാൽ ചറം അല്ലെങ്കിൽ കറ പുറത്തു വരുന്നു. മാംസങ്ങൾ തൊലിക്കുള്ളിലെ മൃദു ശലകങ്ങൾ. എല്ലുകൾ പോലെയാണ് ഉറപ്പുള്ള തടി. എല്ലിനുള്ളിലെ മജ്ജ പോലെയാണ് തടിക്കുള്ളിലെ കാതൽ. ചുരുക്കി പറഞ്ഞാൽ വൃക്ഷം എന്നത് മനുഷ്യനെ പോലെ ജീവനും ജീവിതവുമുള്ള ഒരു വ്യക്തിത്വമായാണെന്ന് നമുക്ക് പറയാം. അതിനെ ആദരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അതിന് ദൈവികത്വം ഉണ്ടെങ്കിൽ ആരാധനയും ആവാം. ബൃഹത് സംഹിതയിൽ വൃക്ഷപരിപാലനത്തെക്കുറിച്ച് വിശദമായി വരാഹ മിഹിരാചാര്യൻ പറഞ്ഞിട്ടുണ്ട്. വൃക്ഷങ്ങൾ നടേണ്ട ദിവസം, നക്ഷത്രം എന്നിവയെക്കുറിച്ച് വിവരിച്ചു കാണുന്നു. സുരപാലന്റെയും ശാർങ്ങധരന്റെയും വൃക്ഷ ആയുർവേദം എന്ന പുസ്തകങ്ങളിൽ വൃക്ഷങ്ങളുടെ മഹത്വവും വൃക്ഷത്തിന് മനുഷ്യ ജീവിതത്തിലുള്ള സ്വാധീനവും വിശദമാക്കുന്നുണ്ട്. വീടിന് അടുത്ത് നടേണ്ട വൃക്ഷങ്ങൾ, അവയുടെ ശുഭാശുഭങ്ങൾ, രോഗപ്രതിരോധ ശക്തി, അങ്ങനെ മനുഷ്യനും വൃക്ഷവും തമ്മിൽ ദൃഢമായ ബന്ധമുണ്ട്. ആയില്യം നക്ഷത്രക്കാരുടെ വൃക്ഷം നാഗമരമാണ്. ഉത്തര ദക്ഷിണ ഭാരതത്തിൽ ഈ വൃക്ഷത്തെ നാഗരാജ ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളും നട്ടു വളർത്തുന്നതായി കാണുന്നു. പൂക്കൾക്ക് രൂക്ഷമായ ഗന്ധമാണ്. ഇതളുകൾ ഒരുമിച്ച് ചേർന്ന് സർപ്പഫണത്തിന്റെ ആകൃതിയിലും പൂവിന്റെ ജനി ശിവലിംഗ ആകൃതിയിലും കാണപ്പെടുന്നു. നാഗക്ഷേത്രങ്ങളിൽ നാഗലിംഗ മരം നട്ടുവളർത്തി ചുറ്റും വൃത്തത്തിൽ കെട്ടി തറകെട്ടി ശിലയിലുള്ള നാഗവിഗ്രഹങ്ങൾ നിരത്തി വയ്ക്കുന്നു. ഭക്തജനങ്ങൾ നാഗശിലകളിൽ മഞ്ഞൾപ്പൊടി, പാല്, കരിക്കിൻ വെള്ളം തുടങ്ങിയ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നാഗലിംഗ പുഷ്പങ്ങൾ കൊണ്ട് നാഗശിലാ വിഗ്രഹങ്ങൾ അലങ്കരിക്കുന്ന രീതിയും ചില സ്ഥലങ്ങളിൽ കാണുന്നു. സന്താന ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും വിഷഭയത്തിനും ഭാഗ്യദോഷത്തിനും പരിഹാരമായാണ് സർപ്പ ആരാധന നടത്തുന്നത്. ജാതകത്തിൽ സർപ്പി ശുഭസ്ഥലങ്ങളിൽ നിന്നാൽ ഭാവാധിപന്മാരുടെ ദശയിൽ ദശ അപകാരങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കാൻ ഇടവരും. അപ്പോൾ നാഗരാജ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നൽകി നാഗമരത്തെ വന്ദിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ദുരിതകാലം മറികടക്കണം. വിശ്വാസമാണ് അടിസ്ഥാനം.
വിശ്വാസം ഉണ്ടായാൽ ആത്മവിശ്വാസം കൈവരും. തുടർന്ന് പരിഹാരങ്ങൾ ഭരിക്കുകയും ചെയ്യും. ക്ഷേത്രങ്ങളിൽ ലഘു വഴിപാടുകൾ നൽകിയും തീർത്ഥം സേവിച്ചും ഭക്തിയോടെ കഴിയുമ്പോൾ നല്ല സമയം വന്നു ചേരും. ആയില്യം നക്ഷത്രക്കാർക്ക് പൊതുവെ സർപ്പത്തിന്റെ ദോഷഫലങ്ങൾ സംഭവിക്കാറില്ല. ചില പഞ്ചാംഗങ്ങളിൽ ആയില്യം നക്ഷത്രത്തിന്റെ വൃക്ഷം നാരകം എന്ന് കൊടുത്തിരിക്കുന്നു. അത് ശരിയല്ല. ഭാരതത്തിലെ മറ്റു ഭാഗങ്ങളിൽ നാഗവൃക്ഷം തന്നെയാണ് ആയില്യം നക്ഷത്രത്തിന്റെ വൃക്ഷമായി കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ശരി. ഇതാണിങ്ങനെ നാഗമരത്തിനെ കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണം. ഞങ്ങളുടെ ഈ ചാനൽ മുഴുവനായി കാണാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.